അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പ് ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടുള്ളത് കൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മളൊക്കെ ഈ ക്യാരറ്റ് വാങ്ങിക്കുമ്പോഴേക്കും അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നതാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇത് കുറേ ദിവസം കൂടി ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ ക്യാരറ്റ് കണ്ടോ, ഈ ഭാഗം മുമ്പിലിരിക്കുന്ന ഈ ഭാഗം, കാരണം ഇതിൽ നിന്നല്ലേ മുളച്ച് ഇലയൊക്കെ വരുന്നത്, അവിടെയും ഈ താഴെയും അതിൽ കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ച് പേപ്പറിൽ മടക്കി വയ്ക്കുമ്പോഴേക്കും അത് കേടുകൂടാണ്ട് കുറച്ച് ദിവസം അങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്യാരറ്റ് എടുത്തിട്ട് കണ്ടോ, ഈ മുൻപിലത്തെ ഈ ഭാഗം ഇതിൽ നിന്നും കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഈ ചുവട് ഭാഗവും അതിൽ നിന്നും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഓരോരോ ക്യാരറ്റും ഇതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തു, അതുപോലെ തന്നെ താഴെ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് മൊത്തം ക്യാരറ്റ് ഇതുപോലെ നമ്മൾ ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഞാൻ ഇതെല്ലാം ഇവിടെ നിന്നും മൊത്തം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ക്യാരറ്റ് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം ഈ പേപ്പറിൽ നമ്മൾ മടക്കിയെടുക്കണം. പേപ്പറിൽ ഇതുപോലെ നന്നായിട്ട് മടക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് കേടുകൂടാതെ നല്ലവണ്ണം മടക്കി അത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കുന്നതാണ്. എനിക്ക് ഇത് കുറച്ച് നല്ല ഇതായിട്ട് തോന്നി. അധികം കാലം അത് പെട്ടെന്ന് ഇങ്ങനെ അളിഞ്ഞു പോവാതെ കേടുകൂടാതെ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ ഇതൊന്ന് പൊതിഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻസിൽ കൂടെ എന്നെ അറിയിക്കുക.